ഹേ ഗൈസ്, അപ്പോൾ ഫൈനലി നമ്മുടെ ഗെയിമിലേക്ക് ന്യൂ ഒരു ജുറാസിക് ജീപ്പും കാര്യങ്ങളൊക്കെ ആഡ് ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അത് എങ്ങനെയാണ് ഇനി നിങ്ങളുടെ ഗെയിമിലേക്കും കൂടി ആഡ് ആക്കുന്നതെന്നുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെയാണ് ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പം നിങ്ങൾ മസ്റ്റായിട്ട് വീഡിയോ ഫുള്ളൊന്ന് വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ നിങ്ങൾ വാച്ച് ചെയ്താലേ നിങ്ങൾക്ക് ഇത് ഫുള്ള് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ആ ജീപ്പ് കാണിച്ച ഒരു സുഖമില്ലല്ലോ. നമുക്കെന്തായാലും നേരെ ജുറാസിക് പാർക്കിലോട്ട് വിടാം ഗൈസ്. അപ്പം നമ്മളിപ്പം പൊക്കോണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ പോലീസ് സ്റ്റേഷൻ്റെ അടുത്തൊക്കെ എത്താറായിട്ടുണ്ട്. പിന്നെ ഗൈസ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് 497 ഒക്കെ ആ റേഞ്ചിലൊക്കെയാണ് ഇപ്പം നിൽക്കുന്നത്. അപ്പം നിങ്ങളിനി ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 500 എത്രയും പെട്ടെന്ന് എത്തിക്കാൻ പറ്റും ഗൈസ്. അപ്പം മാക്സിമം നിങ്ങൾ ഇതുവരെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക. പിന്നെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരാനായിട്ട് സൈഡിൽ കാണുന്ന ബെൽ ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതാകുമ്പോൾ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് അപ്പം നിങ്ങളുടെ ഫോണിലും വരുന്നതായിരിക്കും ഗൈസ്. പിന്നെ മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രേ പറയാനുള്ളൂ. നാളെ ഞാൻ സ്റ്റുഡിയോ ഓപ്പൺ ആക്കുമ്പം 500 ആയിരിക്കാം എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഓക്കെ ഗൈസ്, നമ്മളിപ്പോൾ ഇതേ ജുറാസിക് പാർക്കിൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ട് പിടി ബ്രേക്ക് കിട്ടിയില്ല ഗൈസ്. നമ്മളിവിടെ ചെന്ന് ഇടിച്ചു ഗൈസ്. നമുക്കിനി എന്തായാലും നേരെ ജുറാസിക് പാർക്കിൻ്റെ അകത്തേക്ക് കയറാം. നമ്മളിവിടെ തിരിച്ചെടുക്കുവാണ്. ഫോണിന് ഇച്ചിരി ലാഗുള്ളതുകൊണ്ട് ഡൗട്ടാ തിരിയുന്നുണ്ടോയെന്ന്. ഗൈസ്, അങ്ങനെ നമ്മൾ വലിയ അകത്തെത്തിയിട്ടുണ്ട്. നമുക്കിവിടെ ആയിട്ട് വണ്ടി അങ്ങ് നിർത്തിയേക്കാം. ഇവിടെയായിട്ടാണോ നിർത്തുന്നത്? ഗൈസ്, ഇവിടെയായിട്ട് വണ്ടിയൊക്കെ നിർത്തിയിട്ടുണ്ട്. അയ്യോ, അപ്പോൾ ഗൈസ് നമ്മൾ ഈ ഒരു ഭാഗത്താണ് നമ്മൾ ഇത് സ്പോൺ ചെയ്യിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് കസ്റ്റം NPC ഫീച്ചർ വഴിയാണ് നമ്മൾ സ്പോൺ ആക്കുന്നത്. അപ്പം ഞാൻ ആദ്യം ഫോളോ ഇട്ടാണ് കൊടുത്തേക്കുന്നത്. ലാർജാണ് ഞാൻ കൊടുത്തേക്കുന്നത്. ഇവിടെ എനിക്ക് ഇച്ചിരി നേരം ഒരു ലാഗുണ്ട്. അത് ഫോണിൽ നിന്ന് നേരെ ഇതിലേക്ക് പോകുമ്പോൾ ഉള്ളതാണ് ഗൈസ്. അപ്പോൾ ഇവിടെ ഞാൻ ആ ഫയൽ ക്ലിക്ക് ചെയ്തപ്പം എനിക്കിവിടെ ചെറിയൊരു ലാഗും കാര്യങ്ങളൊക്കെ വന്നു. ഇപ്പം സ്പോണാവും. അഡീസൊക്കെ സ്പോണായി. നൈസ് ജീപ്പും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് പറയാലോ. പിന്നെ ഇത് റിയലി ഓടിക്കാൻ പറ്റുന്ന രീതി വരുമായിരുന്നു, കൊള്ളായിരുന്നു. ഇപ്പം ഞാൻ ഫോളോ അറിയാതെ കൊടുത്താണ്. ആക്ച്വലി ഞാൻ സ്റ്റാൻഡാണ് എനിക്കിഷ്ടം. ഡാൻസിങ് ഞങ്ങൾക്കറിയാലോ. ഈ സാധനമൊക്കെ ഇങ്ങനെ ചുമ്മാ ഇരുന്ന് കുലുങ്ങുന്നതേ ഉള്ളൂ, അല്ല മനുഷ്യർ ഡാൻസ് കഴിയുന്ന പോലെ ഒന്നും ചെയ്യത്തില്ല ഗൈസ്. ഇപ്പം നമ്മൾ സ്റ്റാൻഡാക്കിയിട്ട് ഒന്നുകൂടെ ലാർജ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ സ്പോണായിട്ടുണ്ട്. അയ്യോ, കുറേ നാളായിട്ട് ഇങ്ങനെ തുമ്മൽ ഗൈസ്, ഭയങ്കര തുമ്മലും കാര്യങ്ങളൊക്കെ, ഇച്ചിരി ജലദോഷവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ അതും സ്പോണായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇങ്ങനെയുള്ളതൊക്കെ ഇറങ്ങുമ്പോൾ കസ്റ്റം NPC ആയിട്ടൊക്കെ വന്നോട്ടെ. ബട്ട് നമുക്കിത് ഓടിക്കാവുന്ന രീതിയിലും കൂടെ കൊണ്ടുവരുവായിരുന്നേ. നമ്മുടെ ഡെവലപ്പേഴ്സിനോട് പ്രത്യേകം പറയാനുള്ള കാര്യം, ഇത് ഓടിക്കാവുന്ന രീതിയിലും കൂടെ കൊണ്ടുവരുവായിരുന്നേ ഒന്നുകൂടെ ഒരു സന്തോഷമായിരുന്നു. അപ്പോൾ ഞാൻ ഇപ്പം മീഡിയം ആണെന്ന് കൊടുത്തേക്കുന്നത്. ഇനി അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്മോളാണ് ഗൈസ് കൊടുക്കാൻ പോകുന്നത്. സ്മോള്. അതിന് മുമ്പ് ഇതിനെ അങ്ങോട്ട് വെടിവെച്ച് കളഞ്ഞേക്കാം. തെരിയല്ല പുറകെ നടക്കുമോ നീ എന്തി? നമുക്ക് ഇതിനെ അങ്ങ് തീർത്താലേ നടക്കുള്ളൂ കേട്ടോ കാര്യങ്ങൾ. നമ്മളപ്പോൾ ഇതിനെ തീർക്കാൻ പോവാണ്. ആദ്യത്തെ വെടി തന്നെ സാധനം ചാകണം എന്നില്ല കേട്ടോ. അതുകൊണ്ട് 2-3 വെടി വെച്ചാൽ ചിലപ്പോൾ സെയ്ത്ത് പോകുള്ളൂ. അയ്യോ, അത് പുറകിലുള്ള വണ്ടിയാണോ തട്ടിപ്പോയി? അല്ല ഗൈസ്, പുറകിലുള്ള അല്ല. ചത്ത് ഗൈസ്. ഇതെന്ന് പറയുമ്പോൾ ഇതിനും വെടി വെക്കുമ്പോൾ സൗണ്ട് ഉണ്ട് കേട്ടോ ഗൈസ്. അത് നിങ്ങൾ കേൾക്കണം ഗൈസ്. നൈസ് സാധനം. ആ സൗണ്ട് നിങ്ങൾ കേൾക്കണം. നമ്മളിനി അടുത്ത് സ്പോൺ ആക്കുന്നുണ്ടോ? ഇല്ല ഗൈസ്, സ്മോള് ഞാൻ സ്പോൺ ആക്കുന്നില്ല. ഇവിടെ ആയിട്ട് ഇനി നമ്മൾ അടുത്ത് ട്രാഫിക് ലൈറ്റ് ആണ് കേട്ടോ അടുത്ത് സ്പോൺ ആക്കാൻ പോകുന്നത്. അതും ഞാൻ ആദ്യം എനിക്ക് തോന്നുന്നു അല്ല ഗൈസ്, നമ്മൾ അടുത്ത് സ്മോളൊന്ന് സ്പോണാക്കി കാണിച്ചാണ് കേട്ടോ ഗൈസ്. ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് ട്രാഫിക് ലൈറ്റാണ് ഗൈസ്. ദൂരെ നിങ്ങൾക്ക് കാണാം ഒരെണ്ണം തെളിഞ്ഞിട്ടുണ്ട്. ഇവിടെയോട്ടൊക്കെ ഞാൻ ഇപ്പം വീഡിയോയിലാണ് ശ്രദ്ധിച്ചത്, ദൂരെയാണ് അത് തെളിഞ്ഞത്, ആ ട്രാഫിക് ലൈറ്റ് സ്പോണായത്. അപ്പോൾ ഇവിടെ ആയിട്ട് അവിടെ കാണാം. ഞാൻ ഇപ്പം ഐ തിങ്ക് ഞാൻ അത് കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ ഇപ്പം അതിൻ്റെ അടുത്തോട്ട് പോവാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഇതാണ് ട്രാഫിക് ലൈറ്റെന്നും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ജസ്റ്റ് ഒരു ക്യാമറ ആണെന്ന് തോന്നുന്നു. പിന്നെ ഒരു മുമ്പിലോട്ടുള്ള ഒരു ഐക്കൺ, അത് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മളൊന്നുകൂടെ
മീഡിയം എന്ന് പറയുമ്പം അതിൻ്റെ ഒന്നുകൂടെ ചെറുതാണ്. ദേ അത് ആ സൈഡിലാണ്. ഞാൻ ഒന്നുകൂടെ മീഡിയം സ്പോണാക്കുവാണേ. ദേ അവിടെ ആയിട്ട് വീണേക്കുന്നുണ്ടോ ഗൈസ്? ഇവിടെ ആയിട്ട് വീണേക്കുന്ന മീഡിയം ആണ് കേട്ടോ. അടുത്തത് എന്തായാലും നമ്മൾ ഇത് കാണിക്കാൻ പോണേ. ഡോൺ ക്യാമറ ഇട്ടാണ് കാണിക്കാൻ പോകുന്നത്. ഡോൺ ക്യാമറ. അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ ജീപ്പിൻ്റെ അടുത്തോട്ട് പോവുക. അവിടെ ഗൈസ് ഇതിൻ്റെ മുകളിൽ കുറച്ച് ഫോഗ് ലാമ്പ്, പിന്നെ താഴെ ഒരു റെഡും വൈറ്റും തീമിലാണ് ജീപ്പ് വരുന്നത്. പിന്നെ നല്ല ഗ്രാഫിക്സ് വർക്കും കാര്യങ്ങളൊക്കെയാണ്. എനിക്കിഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോന്നും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇത് നമ്മൾ മാക്സിമം ഇതായിട്ടാണ് നമ്മൾ മാക്സിമം എന്നെക്കൊണ്ട് കഴിയാവുന്ന രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന തരത്തിലാണ് ഞാൻ ഇതൊക്കെ കാണിച്ചു തരുന്നത്. ഇനി നിങ്ങൾക്ക് മനസ്സിലായില്ലെന്നും പറഞ്ഞ് മെസ്സേജ് ഒന്നും മീൻസ് കമൻ്റ് ഒന്നും ഇടരുത്. അപ്പോൾ ഗൈസ് ഇങ്ങനെ ഫ്രണ്ടും ബാക്കും ഫ്രണ്ട് എന്ന് പറയുമ്പോൾ ഇങ്ങനെ സൈഡ് എന്ന് പറയുമ്പം കഴിഞ്ഞു പോയി. സൈഡ് എന്ന് പറയുമ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു മുമ്പേ നമ്മൾ വീഡിയോ ഓടി ചെയ്യുന്നു. ഇതാണ് നമ്മുടെ ട്രാഫിക് ലൈറ്റ്, ഒരേ ക്യാമറ, പിന്നെ ഒരു 2-3 ബോർഡ്, പിന്നെ അതൊക്കെ ഉള്ളൂ. സോ ഗൈസ് അപ്പം വെൽക്കം ബാക്ക് ടു സോറി ഗൈസ്. അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ടാറ്റ, ലവ് യു ആൻഡ് ടേക്ക് കെയർ. ടാറ്റാ. Thank you for watching this video. Tutu.